ബർത്ത്ഡേ ആണ്. ഋതപ്പന് കാണാൻ വേണ്ടിട്ടാണ് ഋതപ്പന്റെ ചേട്ടൻ പോസ്റ്റ് ഇട്ടേക്കുന്നത്. അപ്പൊ നമ്മള് വായിക്കേണ്ട കാര്യമില്ല. ഋതപ്പൻ വായിച്ചു. 7 വയസ്സായതേ ഉള്ളൂ. കുട്ടിക്ക് ഇതൊന്നും വായിക്കാനും മലയാളം പോലും നേരെ വായിക്കാൻ അറിയില്ല. പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇംഗ്ലീഷിലാണ് നിന്റെ ചേട്ടൻ പോസ്റ്റ് ഇട്ടത് കേട്ടോ. വടവിധവേന്റെ പുച്ഛം സുധീനെ പറ്റിട്ട് പറയുമ്പോ പുച്ഛം സ്വത്തുണ്ടോന്ന് ചോദിക്കുമ്പോ ആ സ്വത്തുണ്ട്, പൊട്ടിയ ഒരു വാച്ചും പിന്നെ കുറെ ഘടങ്ങളെന്ന്. ആ ഒരു പുച്ഛത്തിന്റെ ആ വർത്താനം അവൾക്ക് എല്ലാ ആൾക്കാരോടും ഒരു പുച്ഛാണ്. ഈ സുധിച്ചേട്ടന്റെ മരണത്തിന് ശേഷം സുധിച്ചേട്ടന്റെ സ്വത്തും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതേ ചൊല്ലിയിട്ട് അവരുടെ വീട്ടുകാരും ആൾക്കാരൊക്കെ എന്തെങ്കിലും തർക്കങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. സുധിച്ചേട്ടന്റെ മരണശേഷം സുധിച്ചേട്ടൻ സുധിച്ചേട്ടൻ മൊത്തമായിരുന്നല്ലോ. ഒരു പൊട്ടിയ വാച്ച്, ഒരു പൊട്ടിയ ഫോണും, ഒരു കിഴിയ ദുബായ്. അതാണ് സുധിച്ചേട്ടൻ സ്വത്ത്. ഒന്നും ഉണ്ടാക്കിയിട്ടല്ല പോയത്. അപ്പൊ ഇവിടെ ആ ഭാവവും പുച്ഛവും കണ്ടില്ല ആ കെട്ടിയവനെ പറ്റി. അവൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ അവന്റെ ഇന്നൊരു വീഡിയോ ഞാൻ ഇന്നൊരു എപ്പിസോഡിൽ എടുത്തിടുന്നുണ്ട്. അതിൽ അവൻ അയാള് പിച്ചക്കാരനായത് എന്തുകൊണ്ട്, കടക്കാരനായത് എന്തുകൊണ്ടെന്ന് പറയാ. ഇവളെ കുടുംബക്കാരെയും പോറ്റി തീറ്റിയന്. ഇവളെ അച്ഛൻ എന്തോ ട്രീറ്റ്മെന്റിന് വേണ്ടിട്ട് എത്രയോ പൈസ അവൻ കടം മേടിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അത് വ്യക്തമായിട്ട് സുധി പറയുന്നുണ്ട് ഒരു ഇന്റർവ്യൂല്. എന്നിട്ടാണ് ഈ നന്ദി കെട്ട നായ്ക്ക് ഇത്രത്തോളം അഹങ്കാരം. അവൾ ആ ഒരു ഭാവവും അവളെ ഒരു ചൊറിച്ചല്. അവൾക്ക് ഇപ്പൊ എന്താന്നറിയാ, കിച്ചു നന്നാവുന്ന, കിച്ചു സ്ഥലം മേടിക്കണം എന്ന് പറഞ്ഞ് ഇവൾക്ക് എങ്ങനെയെങ്കിലും സ്ഥലം മേടിക്കണം. അടി വടവിധവേ, നിന്നെ കൊണ്ട് ഇനി അതൊന്നും പറ്റില്ല. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് രേണുസുധി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. തുടക്കം തന്നെ ഒരു കാര്യം പറയാം, താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി കേട്ടോ. ഇപ്പൊ രേണുസുധി വീണ്ടും കുറെ അധികം വിവാദങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ മുഴുവൻ നീളം കിച്ചുവിനെ തന്നെയാണ് ഓരോന്നൊക്കെ പറഞ്ഞത്. പിന്നെ ചില യൂട്യൂബർമാർക്കെതിരെയൊക്കെ കുറെ അധികം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും കുറച്ച് നാളുകളായിട്ട് ആരും തന്നെ രേണുസുധിയുടെ കണ്ടന്റുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ആ ഒരു സമയത്താണ് രേണു ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ആയിട്ട് എത്തിയത്. ഇന്റർവ്യൂവിൽ കിച്ചുവിനെ കുറിച്ച് കുറച്ച് അധികം കാര്യങ്ങൾ പറയുന്നുണ്ട്, 2-3 യൂട്യൂബർമാരെ കുറിച്ച് പറയുന്നുണ്ട്, ഷെഫീന ബീവിയെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ കുറച്ചധികം വിവാദങ്ങളൊക്കെ പുള്ളിക്കാരി തന്നെ ഉണ്ടാക്കി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആരും തന്നെ ഇപ്പൊ അവരുടെ കണ്ടന്റുകളൊന്നും എടുക്കുന്നില്ലായിരുന്നു. അവരായിട്ട് ഒരു ഇന്റർവ്യൂ ആയിട്ട് വരുന്നു, അത് നല്ല രീതിയിൽ വൈറലാകുന്നു, എല്ലാവരും അതെടുത്ത് റിയാക്ട് ചെയ്യും. ഇപ്പൊ അവരൊരു രോഗാവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആരും അവരുടെ വീഡിയോസ് ഒന്നും തന്നെ ഇപ്പം കുറച്ച് നാളുകളായിട്ട് ആരും തന്നെ എടുക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അവർക്കറിയാം അവര് സോഷ്യൽ മീഡിയയിൽ എപ്പോഴും അവര് നിറഞ്ഞു നിൽക്കണം, എങ്കിൽ മാത്രമേ അവർക്ക് റീച്ച് ഉണ്ടാകുള്ളൂ എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ട് ഈ ഒരു രോഗാവസ്ഥയിൽ പോലും അവർ ഓരോരോ വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കിച്ചുവിനെതിരെയൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ അവർ വന്ന് പറയുകയുണ്ടായി. അതായത് കഴിഞ്ഞ ദിവസം ഋതപ്പന്റെ, അതായത് കൊല്ലം സുധിയുടെ ഇളയ മോനായിട്ടുള്ള ഋതപ്പന്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ ഈ കിച്ചുവിനെ കുറിച്ച് ഇങ്ങനെയുള്ള കുറെ അധികം കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് തന്നെ ഇപ്പൊ കിച്ചു ഈ കുഞ്ഞിനെ കാണാൻ പോവുകയോ അല്ലെങ്കിൽ അങ്ങോട്ട് പോവുകയോ ഒന്നും തന്നെ ചെയ്യാറില്ല. അപ്പോ ഈ കുഞ്ഞിന്റെ ബർത്ത്ഡേ ആയപ്പോ കിച്ചു ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ. ഈ കുഞ്ഞിന് ബർത്ത്ഡേ വിഷസ് അറിയിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റ്. അതിൽ കിച്ചു ഈ കുഞ്ഞിനെ മടിയിൽ വെച്ച് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ഇട്ടിട്ട് ഒരു പോസ്റ്റാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതെടുത്ത് വെച്ചിട്ടാണ് ഇന്നത്തെ രേണുവിന്റെ ഒരു റിയാക്ഷൻ കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ ഒരു അവസ്ഥയിലും എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്ന, എന്തൊക്കെയാണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനെ ഇത്രയും കടന്നിങ്ങനെ പൊട്ടിത്തെറിക്കുന്നത്? ഒന്നല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ചുകൂടെ? ഈ ഒരു രോഗാവസ്ഥയിലെങ്കിലും കുറച്ചൊന്ന് ഒതുങ്ങിക്കൂടെ ഇവർക്ക്? അപ്പൊ ഇവർക്ക് അതൊന്നും അല്ല വേണ്ട. എത്ര വലിയ രോഗാവസ്ഥയാന്ന് പറഞ്ഞാലും അവർക്ക് ഓരോരോ പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കണം. അവർക്ക് ഏതെങ്കിലും രീതിയിലൊക്കെ അവർക്ക് ഇങ്ങനെ റീച്ച് വേണം. അതിന് വേണ്ടിയിട്ട് അവർ ഓരോന്ന് കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ നമ്മൾ പ്രതികരിക്കാതിരിക്കുമെന്ന് പറ. എത്രയൊക്കെ നമ്മൾ ഈ കണ്ടന്റ് വേണ്ട എന്നൊക്കെ കരുതി മാറ്റി മാറ്റി വിട്ടാലും അവരായിട്ട് ഓരോന്നും ഉണ്ടാക്കിക്കൊണ്ട് വരിക. ഇപ്പൊ പല ആൾക്കാരും പറയുന്നുണ്ട്, അവർക്ക് ഇങ്ങനെ രോഗമല്ലേ, നിങ്ങളൊക്കെ എന്തിനാണ് ഇനിയും അവരെ വെച്ച് വിറ്റ് ജീവിക്കുന്നത്, എന്തിനാണ് അവരെ വിറ്റ് നിങ്ങളൊക്കെ പൈസ ഉണ്ടാക്കുന്നത് എന്തിനാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ കമന്റുകൾ ഇടുന്നുണ്ട്. അപ്പൊ മനസ്സിലാക്കുക, അവർക്ക് പോലും അവരുടെ ആ ഒരു രോഗാവസ്ഥ വെച്ച് അവര് സഹതാപം അതും ഇതുമൊക്കെ കാണിച്ച് അവര് തന്നെ അവരെ വിറ്റോണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ആരും അവരുടെ വീട്ടിൽ പോയിട്ട് അവരുടെ വീട്ടിൽ ഒളിക്യാമറ വെച്ചിട്ടോ അല്ല അവരുടെ പുറകെ നടന്നിട്ടോ അവരുടെ കാര്യങ്ങൾ ചോർത്തിയെടുത്തിട്ടോ ഒന്നുമല്ല നമ്മൾ ആരും വീഡിയോ ചെയ്യുന്നത്. അവരായിട്ട് ഓരോ വീഡിയോസ് അല്ലെ ഓരോരോ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പബ്ലിക് ആയിട്ട് കൊണ്ടിടുമ്പോൾ അത് കാണുന്ന ആൾക്കാർ പ്രതികരിക്കും. അത് തന്നെ നമ്മളും ചെയ്യുന്നുള്ളൂ. അല്ലാതെ നമ്മൾ ആരും അവരുടെ വീട്ടിൽ പോയി ഒന്നും ഒളിഞ്ഞു നോക്കി കണ്ടുപിടിക്കുന്നതല്ല. ഇവരിപ്പൊ ഇന്ന് വന്നിട്ട് ഋതുവിനെ അതായത് ആ ഇളയ മോനെ പിടിച്ച് അടുത്തിരുത്തിയിട്ട് ഈ മൂത്ത മകനെ കുറിച്ച് നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇവരോട് പുച്ഛം തോന്നി പോവാണ് ഈ ഒരു സ്ത്രീയോട്. ഈ അവസ്ഥയിൽ പോലും ഇവരിങ്ങനെ കാണിച്ചു കൂട്ടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് അവരുടെ ചാനലിൽ വീഡിയോ ഇടണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. അവരുടെ രോഗവിവരങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള അവരുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ കാണിച്ച് അവർക്ക് വീഡിയോസ് കാര്യങ്ങൾ ചെയ്യാം.
പകരം അവരെപ്പോഴും വീഡിയോ ആയിട്ട് വരുന്നത് എന്തുവാ, ആരുടെയെങ്കിലും കുറ്റമായിട്ടായിരിക്കും, ഒന്നല്ലെങ്കിൽ കിച്ചുവിന്റെ അല്ലെങ്കിൽ യൂട്യൂബർമാരുടെ ഒക്കെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടായിരിക്കും അവർ വരുന്നത്. അപ്പൊ അവർക്ക് വേണ്ട എന്താ, റീച്ച് വേണം. അവർക്കും വേണ്ടത് റീച്ച് തന്നെയാണ്. അതിനു വേണ്ടിയിട്ട് അവർ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നു. ഈ കഴിഞ്ഞ ദിവസമാണെങ്കിൽ പോലും ഇവരുടെ ഒരു ഇന്റർവ്യൂ എടുത്തല്ലോ, അത് പാർട്ടായിട്ട് എന്തോ 2, 3, 4 പാർട്ടായിട്ടാണ് ആ ഒരു ഇന്റർവ്യൂവിന്റെ വീഡിയോസ് ഇട്ടത്. ഇതില് ഈ ഇന്റർവ്യൂ എടുക്കാൻ വന്നവർക്കും നല്ല രീതിയിൽ വരുമാനം ഈ യൂട്യൂബിൽ നിന്ന് കിട്ടും. പിന്നെ ഇവർ ഇന്റർവ്യൂ എടുക്കാൻ പോകുമ്പോൾ രേണുസുതിക്ക് പൈസ കൊടുത്തിട്ടാണ് എടുക്കുന്നത്. എല്ലാവർക്കും വേണ്ട എന്തോ റീച്ച് തന്നെ. അതിപ്പോ രേണുവിനാണെങ്കിലും ഇന്റർവ്യൂ എടുക്കുന്നവർക്കാണെങ്കിലും എനിക്കാണെങ്കിലും അല്ലെ യൂട്യൂബർമാർക്ക് എല്ലാവർക്കും വേണ്ട എന്താ, റീച്ച് തന്നെയാണ്. അപ്പൊ ഒരു കണ്ടന്റ് കിട്ടിയ എല്ലാരും ചെയ്യും. പക്ഷെ രേണു ഇപ്പൊ ഈ ഒരു അവസ്ഥയിൽ പോലും വന്നിരുന്നിട്ട് അവരുടെ ഒരു സംസാര രീതി തന്നെ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു, എന്താ ഇവർ ഈ കാണിക്കുന്നത്, ഇവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചിന്തിച്ചു പോവുകയാണ്. നമ്മളാണെങ്കിൽ പോലും ഇവർക്ക് ഈ രോഗമാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും മനസ്സിൽ വല്ലാത്തൊരു സങ്കടമൊക്കെ തോന്നിയിട്ടുണ്ട്. ഞാൻ അവരെ കാണാൻ പോണം എന്ന് വരെ ആഗ്രഹിച്ചിരുന്നാണ്. പക്ഷെ എന്റെ പൊന്നോ, ആ പരിസരത്തേക്കേ ഇല്ല. കാരണം അവരുടെ സ്വഭാവം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഈ ഒരു അവസ്ഥയിൽ പോലും അവർ തീരെ ഒതുങ്ങാൻ അവർ തയ്യാറല്ല. അവർ വീണ്ടും, എന്നിട്ട് പല ആൾക്കാരും പറയുന്നുണ്ട് സ്ത്രീ ക്യാൻസറിനോട് പൊരുതിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നു. ശരിയാണ്, അവരുടെ അസുഖം മാറി ഒരു തിരിച്ചു വരട്ടെ. അവർക്ക് ഇപ്പൊ വേണ്ടത് എന്താണ്, നല്ല ചികിത്സ വേണം. അതുപോലെ നല്ല രീതിയിൽ അവർക്ക് മനസമാധാനമായിട്ട് അവർ അതിന്റെ ചികിത്സയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവർ മുന്നോട്ട് പോട്ടെ. അതുപോലെ തന്നെ അവരുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് അവർക്ക് വരുമാനം വേണമല്ലോ. പിന്നെ ഇന്റർവ്യൂ ആണെങ്കിലും കൊടുക്കാം, അതിനൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ എന്തിനാണ് ആ ഒരു കുഞ്ഞിനെ, അതായത് കൊല്ലം സുധിയുടെ മൂത്ത മകനായിട്ടുള്ള കിച്ചുവിനെ ഏത് രീതിയിലും തകർക്കുക? കാരണം അവനെയൊക്കെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ മാത്രമേ ഇവർക്ക് റീച്ച് ഉള്ളൂ. അതിനു വേണ്ടിയിട്ട് ഇവര് വന്നിരുന്നിട്ട് എന്തൊക്കെയാ ഇവര് കാണിക്കുന്നത്, പറയുന്നത്. എന്തായാലും എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ കുറച്ചെങ്കിലും ഒന്ന് ഒതുങ്ങുക. ഈ ഒരു അവസ്ഥയിലെങ്കിലും കുറച്ചൊന്ന് ഒതുങ്ങുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും. ഋതപ്പന്റെ ബർത്ത്ഡേ ആണ്. ഋതപ്പന് കാണാൻ വേണ്ടിയിട്ടാണ് ഋതപ്പന്റെ ചേട്ടൻ പോസ്റ്റ് ഇട്ടേക്കുന്നത്. അപ്പൊ നമ്മള് വായിക്കേണ്ട കാര്യമില്ല. ഋതപ്പൻ വായിച്ചു. 7 വയസ്സായതേ ഉള്ളൂ. കുട്ടിക്ക് ഇതൊന്നും വായിക്കാനും മലയാളം പോലും നേരെ വായിക്കാൻ അറിയില്ല, പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇംഗ്ലീഷിലാണ് നിന്റെ ചേട്ടൻ പോസ്റ്റ് ഇട്ടത് കേട്ടോ. നീ പോലെ ബുക്കാന്ന് പറഞ്ഞു. എനിക്കിപ്പോൾ നിന്റെ അടുത്തേക്ക് വരാൻ കഴിയുന്ന സാഹചര്യമല്ലെന്ന് എനിക്കറിയാം. എന്ത് സാഹചര്യമാണ് മകനെ? വളർത്തു മകനോടാണ് ഞാൻ ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഋതപ്പന്റെ സ്വന്തം ചേട്ടനോടാണ് ഞാൻ ചോദിക്കുന്നത്. എന്ത് സാഹചര്യമാണ്? ഇവിടെ ആരും പറഞ്ഞിട്ടില്ല ഇങ്ങോട്ട് വരരുതെന്നൊന്നും ആരും പറഞ്ഞില്ല. കാരണം അത് കൊല്ലം സുധിച്ചേട്ടന്റെ മൂത്ത മകന്റെയും, അതായത് രാഹുലിന്റെയും ഋതുവിന്റെയും സ്വന്തം വീടാണ്. ഇവിടെ ആരും നിങ്ങളെ രാഹുൽ ദാസിനെ വരക്കിയിട്ടില്ല. പിന്നെ എന്ത് സാഹചര്യമാണുള്ളത്? ഇത് കൊച്ചു വായിക്കാൻ വേണ്ടി ഇട്ടതാ കേട്ടോ, അല്ലാതെ വേറൊന്നിനും എന്നെ സൈബർ ബുള്ളിങ്ങിന് കൊടുത്തതല്ല. ഇപ്പൊ എല്ലാരും ഇട്ട് അലക്കുന്നുണ്ട് അത്. അപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും അത് വലിയ വിവാദമാക്കി ആൾക്കാർ. ഞാൻ അവനെ സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുത്തു, ഞാൻ രാഹുലിനെ കിച്ചുവിനെ സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുത്തു. അപ്പൊ ഇത് എന്നെ സൈബർ ബുള്ളിങ്ങിന് ഇട്ടതല്ല കേട്ടോ, ഇത് കൊച്ചു വായിക്കാൻ വേണ്ടിട്ടേ, 7 വയസ്സുള്ള കുട്ടി വായിക്കാൻ വേണ്ടി ഇട്ടതാണ്. കിച്ചുവിന് എപ്പം വേണേലും ഇവിടെ റൂമുണ്ട്, വീടുണ്ട്, കിച്ചുവിന്റെ മുഴുവൻ വീടുണ്ട്. കിച്ചുവിന് ഋതുവിന് അവകാശപ്പെട്ട വീടാണ്. ഞാൻ എന്നെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇങ്ങോട്ട് വരണ്ടെന്നോ എന്റെ കൊച്ചിനോട് മിണ്ടണ്ടെന്നോ ഒന്നും? ഞാൻ നിന്റെ അനിയനാണെങ്കിൽ നിനക്ക് വരാമല്ലോ, നിനക്ക് കാണാറുണ്ടല്ലോ, നിനക്ക് വീഡിയോ കോൾ ചെയ്യാമല്ലോ. ഈ പോസ്റ്റ് ഇട്ടത് എന്നെ സൈബർ ആക്രമണത്തിന് ഇട്ട് കൊടുക്കാനല്ലായിരുന്നു, അതേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പൊ എനിക്കിത് പറയണമെന്നുണ്ടായിരുന്നു. ഞാൻ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല, ഋതുവിനോടും പറഞ്ഞിട്ടില്ല, അത് നിന്റെ ചേട്ടനല്ലെന്നും പറഞ്ഞിട്ടില്ല, അത് നിന്റെ അച്ഛന്റെ വീട്ടുകാരല്ലെന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അവരുടെ ബന്ധം അവര് രാവിലെ ഏതാണ്ട് കൊച്ചിനെ വിളിച്ച് വീഡിയോ കോൾ ചെയ്തു, ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു. അതുപോലെ കിച്ചുവിനും ചെയ്യാറുണ്ടല്ലോ. കിച്ചു ഈ പോസ്റ്റ് ഇട്ട് എനിക്കിട്ട് സൈബർ ബുള്ളിങ് തരാനാണെന്ന് എനിക്കറിയാം, എനിക്കതൊന്നും വിഷയമല്ല. ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എന്റെ ഋതപ്പന്റെ ബർത്ത്ഡേ ആണ്. എന്റെ ഋതപ്പ ഹാപ്പി ബർത്ത്ഡേ. അപ്പം ഇന്ന് ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഋതപ്പനെ വിളിച്ചുകൂടെ ഇരുത്തിയേക്കുന്നത്. വേറൊന്നുമല്ല, ഋതപ്പന്റെ ചേട്ടൻ ഇന്ന് ഋതപ്പന് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഋതപ്പന് മാത്രം വായിക്കാൻ വേണ്ടിയിട്ട്. പോസ്റ്റിന്റെ മലയാളം ഇതാണ്, ഓക്കെ? അത് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അതിന് മുന്നേ ഋതപ്പനൊന്ന് വായിച്ചു, ഋതപ്പന് വേണ്ടിയിട്ട് ഇട്ടതാണ്. ഋതപ്പനൊന്ന് വായിച്ചു. കാരണം ഋതപ്പന്റെ ബർത്ത്ഡേ ആണ്. ഋതപ്പന് കാണാൻ വേണ്ടിയിട്ടാണ് ഋതപ്പന്റെ ചേട്ടൻ പോസ്റ്റ് ഇട്ടേക്കുന്നത്. അപ്പൊ നമ്മള് വായിക്കേണ്ട കാര്യമില്ല. ഋതപ്പൻ വായിച്ചു. എന്താ വായിച്ചത്? 7 വയസ്സായതേ ഉള്ളൂ. കുട്ടിക്ക് ഇതൊന്നും വായിക്കാനും മലയാളം പോലും നേരെ വായിക്കാൻ അറിയില്ല, പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇംഗ്ലീഷിലാണ് നിന്റെ ചേട്ടൻ പോസ്റ്റ് ഇട്ടത് കേട്ടോ. നീ പോലെ ബുക്കാന്ന് പറഞ്ഞോ. ഓക്കെ, അപ്പൊ ഞാൻ ഇന്ന് വായിച്ചു കേൾപ്പിക്കാം. എനിക്കിപ്പോൾ നിന്റെ അടുത്തേക്ക് വരാൻ കഴിയുന്ന സാഹചര്യമല്ലെന്ന് എനിക്കറിയാം. എന്ത് സാഹചര്യമാണ് മകനെ? വളർത്തു മകനോടാണ് ഞാൻ ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഋതപ്പന്റെ സ്വന്തം ചേട്ടനോടാണ് ഞാൻ ചോദിക്കുന്നത്. എന്ത് സാഹചര്യമാണ്? ഇവിടെ ആരും പറഞ്ഞിട്ടില്ല
ഇങ്ങോട്ട് വരരുതെന്നൊന്നും ആരും പറഞ്ഞില്ല. കാരണം അത് കൊല്ലം സുധിച്ചേട്ടന്റെ മൂത്ത മകന്റെയും അതായത് രാഹുലിന്റെയും ഋതുവിന്റെയും സ്വന്തം വീടാണ്. ഇവിടെ ആരും നിങ്ങളെ രാഹുൽ ദാസിനെ വിലക്കിയിട്ടില്ല. പിന്നെ എന്ത് സാഹചര്യമാണുള്ളത്? ഇത് കൊച്ചു വായിക്കാൻ വേണ്ടി ഇട്ടതാ കേട്ടോ, അല്ലാതെ വേറൊന്നിനും എന്നെ സൈബർ ബുള്ളിങ്ങിന് കൊടുത്തതല്ല. ഇപ്പൊ എല്ലാരും ഇട്ട് അലക്കുന്നുണ്ട് അത്. അപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും അത് വലിയ വിവാദമാക്കി ആൾക്കാർ. ഞാൻ അവനെ സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുത്തു, ഞാൻ രാഹുലിനെ കിച്ചുവിനെ സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുത്തു. അപ്പൊ ഇത് എന്നെ സൈബർ ബുള്ളിങ്ങിന് ഇട്ടതല്ല കേട്ടോ, ഇത് കൊച്ചു വായിക്കാൻ വേണ്ടിയിട്ട് 7 വയസ്സുള്ള കുട്ടി വായിക്കാൻ വേണ്ടി ഇട്ടതാണ്. പക്ഷെ എന്ത് തന്നെ സംഭവിച്ചാലും ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവുമെന്ന് നീ അറിയണം. അത് ഞാനല്ല അറിയേണ്ടത്, ഋതപ്പനാണ് അറിയേണ്ടത്. ഋതപ്പൻ ഇതൊന്നും മനസ്സിലായിട്ടില്ല. ഋതപ്പനൊന്നും മനസ്സിലായിട്ടില്ല. കാരണം ഋതപ്പൻ ഇതൊന്നും വായിക്കാൻ അറിയില്ല. ഞാനിപ്പോൾ ചെയ്യുന്നതോ അനുഭവിക്കുന്നതോ ആയ കാര്യങ്ങൾ ഒരുപക്ഷെ നിനക്ക് പൂർണ്ണമായി മനസ്സിലാകണമെന്നില്ല. ഋതപ്പൻ ഇവിടെ ഋതപ്പന്റെ ചേട്ടൻ ഋതപ്പന് വേണ്ടിയിട്ട് ഇട്ട് തന്ന കേട്ടോ. അതെല്ലാം ഞാൻ അമ്മ വായിച്ചേപ്പിക്കുക. ഋതപ്പൻ ഇതൊന്നും മനസ്സിലാകത്തില്ലെന്ന്. പക്ഷെ ഒരു ദിവസം നീ അതെല്ലാം മനസ്സിലാക്കും. അതുവരെ നീ എനിക്ക് എത്രത്തോളം പ്രിയപ്പെട്ടവനാണെന്ന് മാത്രം ഓർക്കണം. അമ്മ ബാക്കി വായിച്ചോളാം. കാരണം കൊച്ചിനെ വെച്ചിട്ട് നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. അപ്പം ഓർക്കണം, നമ്മൾ എത്ര അകലെയായാലും നമ്മൾക്കിടയിൽ എന്ത് സംഭവിച്ചാലും എന്റെ ഹൃദയത്തിൽ നിനക്ക് എപ്പോഴും പ്രത്യേക സ്ഥാനം. എന്തിനാ കിച്ചു ഇങ്ങനെയൊക്കെ? നീ അവന് മനസ്സിലാകുന്ന രീതിയിൽ നിനക്ക് ഇവിടെ വന്ന് അവനെ കാണാമല്ലോ. അവന്റെ സ്വന്തം ചേട്ടനാണ് നീ. ഞാനും നീയും തമ്മിലുള്ള ബന്ധം വിച്ഛേദിച്ചെന്ന് പറഞ്ഞാലും ഞാൻ ഒരിക്കലും ഋതുലിനോട് പറഞ്ഞിട്ടില്ല നിന്റെ ചേട്ടനല്ലെന്നോ, അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഒരു രക്തത്തിൽ പിറന്ന ആൾക്കാരാണ്. ഇതിനാണ് ഇങ്ങനെയൊക്കെ ആ കൊച്ചിന് ഒന്നും അറിയാത്ത കൊച്ചിനോട് ഇങ്ങനെ പോസ്റ്റ് ഇടേണ്ട കാര്യമില്ല. നിനക്ക് ഇവിടെ വന്ന് നിന്റെ അനിയനെ കാണുന്നതിന് ഒരു വിരോധമില്ല. ഞാനും നീയും തമ്മിലാണ് പ്രശ്നമെങ്കിൽ അത് ഞാനും നീയും തമ്മിൽ അത് മിണ്ടാതിരിക്കുകയോ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യോ ഇട്ടാൽ മതി. ഈ കൊച്ചിനോട് എന്തിനാണ് ഇങ്ങനെ പോസ്റ്റ് ഇട്ട് എന്നെ കൂടെ സൈബർ ബുള്ളിങ്ങിന്? അപ്പൊ ഞാൻ സൈബർ ബുള്ളിങ്ങിനെ കൊടുത്തു എന്ന് പറഞ്ഞാണ് ഇപ്പൊ എല്ലാവരും ഇട്ട് അലക്കുന്നുണ്ട് ഈ പോസ്റ്റ്. മനസ്സിലായി? ഈ കൊച്ച് 7 വയസ്സുള്ള ഈ കുഞ്ഞിന് എങ്ങനെ അറിയാനാ, എങ്ങനെ മനസ്സിലാക്കാനാണ്? നിനക്ക് ഫോൺ ഉണ്ടല്ലോ, നിനക്ക് പോസ്റ്റ് ഇടാണെങ്കിൽ നിനക്ക് ഒരു വീഡിയോ കോൾ ചെയ്ത് കൊച്ചിനൊരു ഹാപ്പി ബർത്ത്ഡേ പറയാലോ. പക്ഷെ സുധിച്ചേട്ടന്റെ വീട്ടുകാര്, അതായത് ചേട്ടത്തിയും സുധിച്ചേട്ടന്റെ അമ്മയും, അതായത് ഈ കൊച്ചിന്റെ വല്യച്ഛനും വല്യമ്മയും അച്ഛമ്മയും ഇന്ന് വിളിച്ചല്ലോ, വീഡിയോ കോൾ ചെയ്തല്ലോ. അവർക്ക് ഇവനോട് ഉള്ള സ്നേഹം അവര് കാണിച്ചു. ഒന്നുമല്ലല്ലോ അവര് വീഡിയോ കോൾ ചെയ്ത കുഞ്ഞിന് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു. കാരണം നിന്നെപ്പോലെ തന്നെ ഇവനും ആ വീട്ടിലെ കുട്ടിയാണെന്നാണ് അവര് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് എന്നെ വിളിച്ചില്ല, ഞാനുമായിട്ട് ബന്ധമില്ലെന്ന് പറഞ്ഞ് എന്നെ വിളിക്കേണ്ട കാര്യമില്ല. പക്ഷെ ആ കുട്ടിയെ വിളിച്ചല്ലോ. അതുപോലെ നിനക്ക് നിന്റെ അനിയനെ വിളിക്കാമല്ലോ, ഇവിടെ ആരും എതിർക്കുന്നില്ല. അന്ന് നിങ്ങൾ ഇവിടെ വീട്ടിൽ വന്നപ്പോഴത്തേന് എന്റെ വീട്ടുകാരെ അത്രത്തോളം നീ അത് പറഞ്ഞ് സൈബർ ബുള്ളിങ്ങിന് ഏറ്റു കൊടുത്തിട്ട് പോലും എന്റെ വീട്ടുകാർ ഒരു മാറി നിൽക്കാൻ നിങ്ങളോടോ നിങ്ങളുടെ സുധിച്ചേട്ടന്റെ വീട്ടുകാരോടോ പറഞ്ഞിട്ടില്ല. ഈ വീട് സ്ഥലവും ഈ തിരുമേനി എഴുതി തന്നേക്കുന്നതിന് ഋതുലിനും രാഹുലിനും കൂടെയാണ്, കിച്ചുവിനും കൂടെയാണ്. പക്ഷെ നിങ്ങള് കിച്ചുവിന് എപ്പം വേണേലും ഇവിടെ റൂമുണ്ട്, വീടുണ്ട്, കിച്ചുവിന്റെ മുഴുവൻ വീടുണ്ട്, കിച്ചുവിനും ഋതുലിനും അവകാശപ്പെട്ട വീടാണ്. ഞാൻ എന്നെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇങ്ങോട്ട് വരണ്ടെന്നോ എന്റെ കൊച്ചിനോട് മിണ്ടണ്ടെന്നോ ഒന്നും? ഞാൻ നിന്റെ അനിയനാണെങ്കിൽ നിനക്ക് വരാമല്ലോ, നിനക്ക് കാണാറുണ്ടല്ലോ, നിനക്ക് വീഡിയോ കോൾ ചെയ്യാമല്ലോ. ഈ പോസ്റ്റ് ഇട്ടത് എന്നെ സൈബർ ആക്രമണത്തിന് ഇട്ട് കൊടുക്കാനല്ലായിരുന്നു? അതേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പൊ എനിക്കിത് പറയണമെന്നുണ്ടായിരുന്നു. ഞാൻ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല, ഋതുലിനോടും പറഞ്ഞിട്ടില്ല, അത് നിന്റെ ചേട്ടനല്ലെന്നും പറഞ്ഞിട്ടില്ല, അത് നിന്റെ അച്ഛന്റെ വീട്ടുകാരല്ലെന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അവരുടെ ബന്ധം അവര് രാവിലെ ഏതാണ്ട് കൊച്ചിനെ വിളിച്ച് വീഡിയോ കോൾ ചെയ്തു, ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു. അതുപോലെ കിച്ചുവിനും ചെയ്യാറുണ്ടല്ലോ. കിച്ചു ഈ പോസ്റ്റ് ഇട്ട് എനിക്കിട്ട് സൈബർ ബുള്ളിങ് തരാണെന്ന് എനിക്കറിയാം, എനിക്കതൊന്നും വിഷയമല്ല. അതുപോലെ ഞാൻ എന്തെങ്കിലും പറഞ്ഞിടുമ്പോഴാണ്, ഞാൻ പല സത്യങ്ങളും പറയുമ്പോഴാണ് അത് നിന്നെ കിച്ചുവിനെ സൈബർ ബുള്ളിങ്ങിന് രേണുസുതി ഇട്ട് കൊടുത്തെന്ന് പറഞ്ഞാൽ എന്നെ അലക്കാൻ വേണ്ടിയിട്ട് കുറെ എണ്ണം ബ്ലോഗേഴ്സ് ഇപ്പൊ തന്നെ ഈ പോസ്റ്റിന് തന്നെ ബ്ലോഗേഴ്സ് അലക്കുന്നുണ്ട് എന്നെ. മനസ്സിലായോ? അത് എനിക്ക് വേണ്ടി ഇട്ടതാണേ ഓക്കെ ശരി, ഞാൻ വായിച്ചിട്ടുണ്ട്. ആ കൊച്ചിന് വേണ്ടി ഇട്ടതാണേ അതിനൊന്നും മനസ്സിലാകുന്നില്ല, അതിനൊന്നും അറിയത്തുമില്ല. ഞാൻ എന്തായാലും ആരുമില്ലെങ്കിലും ഞാൻ കിടന്നുകൊണ്ട് ക്യാൻസർ ആണേലും ഞാൻ എന്റെ സ്വർണം പണയം വെച്ചിട്ടാണേലും ഞാൻ എന്റെ കൊച്ചിന് ബർത്ത്ഡേ ഗിഫ്റ്റും കൊടുത്തു. ഞാൻ എന്റെ കൊച്ചിന് കേക്കും ഞാൻ മേടിക്കുന്നുണ്ട്, കേക്ക് മേടിച്ച് വൈകിട്ട് ഞാൻ മുറിക്കുന്നുണ്ട്, ബർത്ത്ഡേ വ്ളോഗും ഞാൻ എടുക്കുന്നുണ്ട്.